ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ പ്രമുഖ വ്യക്തിത്വമായ ഓപ്പൺ AI CEO സാം ആൾട്ട്മാന്റെ വീടിന് നേരെയുണ്ടായ വധശ്രമം ആഗോള സാങ്കേതിക മേഖലയെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോയിലുള്ള ആൾട്ട്മാന്റെ വസതിക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ സംഭവത്തിൽ ടെക്സാസ് സ്വദേശിയായ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേവലം ഒരു ആക്രമണം എന്നതിലുപരി കൃത്യമായ ഗൂഢാലോചനയോടെയും തയ്യാറെടുപ്പുകളോടെയുമാണ് പ്രതി ഈ കുറ്റകൃത്യത്തിന് മുതിർന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI വെളിപ്പെടുത്തലുകൾ പ്രകാരം പ്രതി അന്തർ സംസ്ഥാന യാത്രകൾ നടത്തിയാണ് സാൻ ഫ്രാൻസിസ്കോയിലെത്തിയത്. ആൾട്ട്മാന്റെ വസതിക്ക് ചുറ്റും സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകളിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിരുന്നു. കൈവശം കരുതിയിരുന്ന സ്ഫോടക വസ്തുക്കൾ വീടിന് നേരെ എറിയുന്നതും തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. സംഭവ സ്ഥലത്ത് നിന്നും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും മറ്റു ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം സാങ്കേതിക വിദ്യയോടുള്ള പ്രതിയുടെ കടുത്ത വിരോധമാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രതിയുടെ കൈവശം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെതിരെയുള്ള വിപുലമായ ഒരു രേഖ പോലീസ് കണ്ടെത്തി. സാം ആൾട്ട്മാനെ വധിക്കാനുള്ള ആഹ്വാനവും AI സാങ്കേതിക വിദ്യ ലോകത്തിന് ഭീഷണിയാണെന്ന വാദങ്ങളും ഈ രേഖയിൽ ഉൾപ്പെട്ടിരുന്നു. സാങ്കേതിക വിദ്യ മാനവികതയ്ക്ക് ഭീഷണിയാകുന്നു എന്ന തരത്തിലുള്ള തീവ്രവാദപരമായ ആശയങ്ങളാണ് ഇയാളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. പ്രതിക്കെതിരെ വധശ്രമത്തിന് പ്രോസിക്യൂട്ടർമാർ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൂടാതെ ഈ സംഭവത്തെ ഒരു ആഭ്യന്തര തീവ്രവാദ പ്രവർത്തനമായി കണക്കാക്കണമോ എന്ന കാര്യത്തിൽ ഗൗരവകരമായ ചർച്ചകൾ നടക്കുകയാണ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ ലക്ഷ്യം വെച്ച് ആശയപരമായ വിരോധത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് നിയമ സംവിധാനങ്ങൾ കാണുന്നത്. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഭീഷണിയായി ഇതിനെ മാറ്റാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഇന്ന് ആഗോള പ്രതിരോധ മേഖലയിലും ദേശീയ സുരക്ഷാ പ്രവർത്തനങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. രാജ്യങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കാനും AI ഉപയോഗിക്കുന്നതിനെതിരെ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകൾക്കിടയിൽ സാം ആൾട്ട്മാനെ പോലൊരു വ്യക്തിക്ക് നേരെയുണ്ടായ ആക്രമണം സാങ്കേതിക വിദ്യയുടെ വക്താക്കൾക്ക് ലഭിക്കുന്ന വലിയൊരു മുന്നറിയിപ്പായി വിലയിരുത്തപ്പെടുന്നു. ആധുനിക കാലത്ത് AI മുന്നേറ്റങ്ങളുടെ മുഖമായിട്ടാണ് സാം ആൾട്ട്മാൻ അറിയപ്പെടുന്നത്. ChatGPT ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ സാങ്കേതിക വിദ്യകൾ ലോകത്തിന് പരിചയപ്പെടുത്തിയ അദ്ദേഹം അതിന്റെ സുരക്ഷയെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും എന്നും സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും AI ദ്രുതഗതിയിലുള്ള വളർച്ച പലരിലും വലിയ ഭയാശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. തൊഴിൽ നഷ്ടം മുതൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വരെ ഭീഷണിയായേക്കാം എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ തീവ്രവാദ ചിന്താഗതിയിലുള്ളവരെയെങ്കിലും പ്രകോപിപ്പിക്കുന്നു. ഇതിന്റെ തെളിവാണ് ഈ സംഭവം. ഈ കേസ് ഇപ്പോൾ സാങ്കേതിക വിദ്യയും നിയമവും സുരക്ഷയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ച് പുതിയൊരു സംവാദം തുടങ്ങി വെച്ചിരിക്കുകയാണ്. സാൻ ഫ്രാൻസിസ്കോ പോലുള്ള ടെക് ഹബ്ബുകളിൽ പ്രമുഖരായ CEOമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഈ സംഭവം കാരണമാകും. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഈ ആക്രമണം സാങ്കേതിക വിദ്യയോടുള്ള വിദ്വേഷം എങ്ങനെ അക്രമരൂപം പ്രാപിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ്. തുടർച്ചയായ അന്വേഷണങ്ങളിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് FBI പ്രതീക്ഷിക്കുന്നത്. പ്രതിക്ക് മറ്റേതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ അതോ ഒറ്റയ്ക്കാണ് ഈ പ്ലാൻ തയ്യാറാക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. AI വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ ഗ്രൂപ്പുകളിലും ഫോറങ്ങളിലും പ്രതി സജീവമായിരുന്നു എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സംഭവം ആഗോള ടെക് ലോകത്ത് വലിയ നിശബ്ദത പടർത്തിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ എപ്രകാരം അക്രമത്തിലേക്ക് നീങ്ങുന്നു എന്നത് വലിയൊരു സാമൂഹിക പ്രതിസന്ധിയായി മാറുകയാണ്. സാം ആൾട്ട്മാന്റെ സുരക്ഷാ സംഘം ഇപ്പോൾ കൂടുതൽ ജാഗ്രതയിലാണ്. അമേരിക്കയിലെ മറ്റ് പ്രമുഖ ടെക് കമ്പനികളായ ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് എന്നിവയുടെ തലവന്മാരും ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പരിഷ്കരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. യുദ്ധങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും AI പങ്ക് വർദ്ധിക്കുന്നത് വലിയൊരു ധാർമ്മിക ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഈ ആക്രമണം അത്തരത്തിലുള്ള വലിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ കൂടി പ്രതിഫലനമാണ്. ഭാവിയിൽ സാങ്കേതിക വിദ്യയും മനുഷ്യനും തമ്മിലുള്ള ഈ സംഘർഷം എവിടേക്ക് നീങ്ങുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. കേവലം ഒരു ക്രിമിനൽ കുറ്റം എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു വലിയ ആശയപരമായ ഏറ്റുമുട്ടലിന്റെ സൂചനയായി ഈ സംഭവത്തെ കാണേണ്ടതുണ്ട്.